വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം പുതിയ അമെൻമെൻ്റ് ആണ് കേട്ടോ. ന്യൂ അമെൻമെൻ്റ് ആണ്. അതിലെ എല്ലാ പ്രൊവിഷൻസും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ പ്രൊവിഷൻസും ശ്രദ്ധാപൂർവം പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ന്യൂ അമെൻമെൻ്റ് ആണ്. അമെൻമെൻറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് 7/6/2024 അമെൻമെൻറ്റ് വന്നത് കേട്ടോ. 7/6/2024. പിന്നെ ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. പിന്നെ 2023 തുടങ്ങി 2024 കെയിം ഇൻ ടു ഫോഴ്സ് ആയത് കേട്ടോ. ആക്ട് 9 ഓഫ് 2024 എന്നാണ് ആ ബില്ല് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗം മാത്രമാണ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായിട്ട് ലോ അല്ല കേട്ടോ. അതായത് സെക്ഷൻസ് മാത്രമാണ്, സെക്ഷൻസിലാണ് ഈ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. സെക്ഷൻസിലെ അമെൻമെൻറ്റാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്ഷൻസായിട്ട് ഏതൊക്കെ ഭാഗമാണ് അമെൻഡ് ചെയ്തത് ആ ഭാഗം മാത്രമാണ് നമ്മൾ പറയണത്. അമെൻമെൻറ്റിലെ ഭാഗം മാത്രമാണ് നമ്മൾ പറയണത്. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ, ആസ് പെർ സെക്ഷൻ 3 subsection 1, the government may appoint an officer of the state government to be the dash of cooperative societies for the state എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3-1 പറയുന്നത്. 3-1, the government may appoint an officer of the state government to be the dash of cooperative societies for the state എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആരെക്കുറിച്ചിട്ടുള്ള സെക്ഷനാണ്? സെക്ഷൻ 3 രജിസ്ട്രാറാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ രജിസ്ട്രാറുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉത്തരം രജിസ്ട്രാറാണ്. അപ്പോൾ ഇതിലെന്ത് മാറ്റമാണോ എന്നതെന്ന് വെച്ചാൽ, ആദ്യം ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എ പേഴ്സൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ പേഴ്സണ് പകരമാണ് ഇവിടെ ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എ പേഴ്സൺ ടു ബി എന്നായിരുന്നു. ഇപ്പോൾ അതെന്തായി? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് ഇപ്പോൾ പുതിയൊരു അമെൻമെൻറ്റ് വന്നപ്പോൾ മാറ്റം വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്കാണ് എന്ത് പുതുതായിട്ട് കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ഈ ഒരു വാക്ക് മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. ആദ്യം ഉണ്ടായിരുന്ന വാക്ക് എ പേഴ്സൺ എന്നായിരുന്നു. ഇപ്പോൾ അത് ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാക്കി. ബാക്കിയുള്ള പാർട്ടിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആസ് പെർ സെക്ഷൻ 3 subsection 1, ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ് എന്നാണ് സെക്ഷൻ 3-1 പറയുന്നത്. ഇനി 3-2 എടുത്താൽ ആസ് പെർ, അതായത് ഡെലിഗേറ്റ്, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതാണ് സെക്ഷൻ 3-2 പ്രതിപാദിക്കുന്നത് കേട്ടോ. സെക്ഷൻ 3-2 പ്രതിപാദിക്കുന്നത് ഡെലിഗേഷനാണ്. മറ്റ് ആൾക്കാരെ ഏൽപ്പിക്കുക. അതായത് രജിസ്ട്രാർക്ക് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 3 subsection 2 പറയുന്നത്. അവിടെയും ഇതുപോലൊരു മാറ്റം വന്നിട്ടുണ്ട്. ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ confer on dash all or any of the powers of the registrar under this act. അവിടെ എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന്, അവിടെ ഓൺ എനി പേഴ്സൺ എന്നായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പം അതെന്തായി? എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അമെൻമെൻറ്റ് ചെയ്ത ഭാഗം. ഓക്കെ, എനി പേഴ്സൺ എന്നുള്ളത് മാറ്റിയിട്ട് എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാക്കിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ ധാരാളം വന്ന ഭാഗമായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ്റെ പാർട്ട് കേട്ടോ. ഡെഫിനിഷൻ്റെ പാർട്ടിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തിട്ടൊക്കെ ഉണ്ട്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡെഫിനിഷൻ്റെ നല്ലൊരു ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ കാണാത്ത കൂട്ടുകാർ, ഡെഫിനിഷൻ എന്തായാലും ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ 2 ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അമെൻമെൻറ്റ്സ് അടക്കം പഠിക്കാൻ, അവിടെ അമെൻമെൻറ്റ്സ് അടക്കം നമ്മൾ പ്രത്യേക ഇതുപോലെ കളറ് മാറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ അമെൻമെൻറ്റ്സ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. ഏത് ഭാഗമാണ് അമെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയത്തക്ക രീതിയിലാണ് അവിടെ നമ്മൾ ക്ലാസ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ്റെ പാർട്ട് നമ്മുടെ കോപ്പറേറ്റീവിലൂടെ
സെക്ഷനിൽ തന്നെ കിടക്കുന്നുണ്ടാവും, കോപ്പറേറ്റീവിലൂടെ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഒന്ന് പോയി കാണുക, തുടക്കത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് പോയി കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡെഫിനിഷൻസിൽ നിന്ന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും. അപ്പോൾ അതൊന്നും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സെക്ഷൻസ് തൊട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത മാറ്റം വന്ന ഭാഗം ഏതാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് ഡാഷ് റുപ്പീസ് ആസ് ദ മിനിമം ഷെയർ ക്യാപിറ്റൽ. പണ്ടത്തെ ഇതിൽ ഷെയർ ക്യാപിറ്റൽ മിനിമം മാക്സിമം അത് പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ പറയുന്നുണ്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് എത്ര കളക്ട് ചെയ്യണം, 2,50,000 ആസ് മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ അത് പ്രൊപ്പോസ്ഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിലോ ഹാവ് കളക്റ്റഡ് ഡാഷ് റുപ്പീസ് ആസ് ദ മിനിമം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,00,000, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ 2,50,000, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1,00,000 പരിധി പറഞ്ഞിട്ടുള്ളത് മിനിമം ക്യാപിറ്റലിൻ്റെ കേട്ടോ. ഓക്കെ, എങ്കിൽ ഈ രജിസ്ട്രാർ അപ്പോൾ ഈ ഒരു ഭാഗം പുതിയ ചോദ്യമാണ്. അപ്പോൾ അത് വരാൻ സാധ്യതയുണ്ട്, പഠിക്കാം. പിന്നെ അടുത്ത മാറ്റം വന്നിട്ടുള്ളത്, ദ രജിസ്ട്രാർ മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്തിട്ട് ബൈലോയും ആപ്ലിക്കേഷൻ കൊടുത്തുമല്ലോ, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് തരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൈലോയും എല്ലാം എത്ര ദിവസത്തിനകം ചെയ്തു തരണം എന്നാണ്, അതായത് എത്ര ദിവസത്തിനകം ചെയ്തു തരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏതാണ്, 60 ദിവസം ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം 90 ദിവസമായിരുന്നു. അപ്പോൾ 90 ദിവസം പഠിച്ചിരുന്നവരൊക്കെ മാറ്റിയിട്ട് 60 ദിവസം പഠിക്കുക. ദ രജിസ്ട്രാർ മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോ വിത്തിൻ എ പീരിയഡ് ഓഫ് 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ എന്ന് തന്നെ വ്യക്തമായി പഠിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം, ദ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ഷെയർ ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ പറഞ്ഞു അവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ എത്ര വേണം, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 2,50,000, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ 1,00,000 എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് ആർക്കൊക്കെ അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേർക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. SC/ST സൊസൈറ്റികൾ, ഫിഷറീസ്, വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ ആപ്കോസിലെ നമ്മുടെ പ്രൈമറി ഡയറി, സ്കൂൾസ്, കോളേജ്, പിന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവർക്കൊന്നും ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർക്കൊന്നും ഈ മിനിമം ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് അപ്ലിക്കബിൾ അല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മളൊന്ന് ഓർത്ത് പഠിക്കണം. ആർക്കൊക്കെ അപ്ലിക്കബിൾ അല്ല എന്ന് പറയണ കാരണം നമ്മളതൊന്ന് ജസ്റ്റ് മനസ്സിരുത്തി പഠിക്കണം കേട്ടോ. ഇതിലേതൊക്കെയാണ് എന്ന് ചിലപ്പോൾ ഓപ്ഷൻസിലെല്ലാം തന്നിട്ട് ഓൾ ഓഫ് ദീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലോ. പിന്നെ അടുത്തത് നോക്കാം. അടുത്തത്, ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. രജിസ്ട്രാർ വിസമ്മതിക്കുകയാണ് രജിസ്റ്റർ ചെയ്യാൻ. ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ്. ശരിക്കും കാരണസഹിതം അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ, ആപ്ലിക്കൻസിന് കാരണസഹിതം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബാധ്യത രജിസ്ട്രാറിൽ നിക്ഷിപ്തമാണ്. സോ അതുകൊണ്ട് അത് എത്ര ദിവസത്തിനുള്ളിൽ നിന്നാണ്. അപ്പോൾ ആദ്യം 7 ദിവസമായിരുന്നു, ഇപ്പോൾ അതെന്താക്കിയിട്ടുണ്ട് 15 ദിവസമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 15 days എന്ന് പഠിക്കുക കേട്ടോ. രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി, ഹി ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ് വിത്തിൻ 15 days. ഇത് പറയുന്നത് സെക്ഷൻ 7-ലാണ് കേട്ടോ. 7-ലെ ഭാഗമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് കേട്ടോ. സെക്ഷൻ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ, വേർ ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഡസ് നോട്ട് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ. അഫിലിയേഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് കേട്ടോ. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി ഏതാണ്, സെക്ഷൻ 8A പ്രതിപാദിക്കുന്നത് കേട്ടോ. സെക്ഷൻ 8A ആണ് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അപ്പോൾ അതിലുള്ള ചെറിയൊരു അമെൻമെൻ്റ് ആണ്. വേർ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഡസ് നോട്ട് വിത്തിൻ എത്ര ദിവസം ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ. ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് എത്ര ദിവസത്തിനകം അവർ ഡിറ്റർമിൻ വെദർ സച്ച് അഫിലിയേഷൻ ഷുഡ് ബി, അതായത് അവർ എത്ര ദിവസത്തിനകം ചെയ്തു കൊടുക്കണം എന്നാണ് കേട്ടോ. അതായത് അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിക്കോ ഒരു ആപ്ലിക്കേഷൻ കിട്ടി, എന്തിന്, അഫിലിയേഷന് ആപ്ലിക്കേഷൻ വന്നു.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരത് എത്ര ദിവസത്തിനകം ചെയ്തു കൊടുക്കണം എന്നാണ്. 45 ദിവസമാണ് ഇപ്പോൾ പറയണത് കേട്ടോ. ഇപ്പോൾ പറയുന്ന ഡേറ്റ് 45 ദിവസമാണ്. പണ്ട് എത്രയായിരുന്നു? പണ്ട് 60 ദിവസമാണ് കേട്ടോ. അവിടെ പണ്ടത്തെ എഴുതാത്തത് കൺഫ്യൂഷൻ വരണ്ട വെച്ചിട്ടാണ്, നിങ്ങൾ കേട്ടാൽ മതി. പുതിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതേതാണ് 45 ഡേയ്സ് ആയിരുന്നു, പണ്ട് 60 ഡേയ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അഫിലിയേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡീംഡ് ടു ബി അഫിലിയേറ്റഡ് ആയിട്ട് ഈ 45 ദിവസം കഴിഞ്ഞിട്ടും അവരൊന്നും ചെയ്തില്ലെങ്കിലും എന്തായാലും അഫിലിയേറ്റ് ആയതായി പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമതും 45 ഡേയ്സ് ഡാഷ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും 45 തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. 45 ദിവസത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണം, അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ 45 ദിവസത്തിനകം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തതായിട്ട് പരിഗണിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം. ഈ സെക്ഷനിൽ കുറച്ചധികം പ്രൊവിഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 7 രജിസ്ട്രേഷനിലെ അമെൻമെൻറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയിലെ അമെൻമെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അമാൾഗമേഷൻ, ആ ഭാഗം ഉണ്ടല്ലോ 14, അമാൾഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റി, അതാണ് 14. ആ 14 ഭാഗമാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഓഫ് അമാൾഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ സെക്ഷൻ ഓർത്ത് വയ്ക്കുക 14 എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ബൈ എ റെസല്യൂഷൻ പാസ് ചെയ്യണം. ആ റെസല്യൂഷൻ്റെ മെജോറിറ്റി മാറിയിട്ടുണ്ട്. ആദ്യം 2/3 മെജോറിറ്റി ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറേ പേർക്ക് സംശയമാണ് ഏത് മെജോറിറ്റിയാണ് മാറിയതെന്ന്. അപ്പോൾ അമാൾഗമേഷൻ്റെ മെജോറിറ്റിയാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ മെജോറിറ്റി ആക്കി മാറ്റി. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ മറക്കാൻ പാടില്ല, ഇൻ കേസ് ഓഫ് അമാൾഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ വേണം. റെസല്യൂഷൻ കൂടുമ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി എന്നും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എനി സൊസൈറ്റി, അതും ഈ ഒരു അമാൾഗമേഷനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അമാൾഗമേഷനിൽ 14A ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. 14A എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനാണ് കേട്ടോ. സൊസൈറ്റികൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാറുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് 14AA. ഈ 14AA കുറച്ച് പ്രൊവിഷൻസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. എനി സൊസൈറ്റി വിച്ച് ഹാഡ് അവൈൽഡ് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നതാണെങ്കിൽ അവർക്ക് ആര് വേണം? ഡാഷ് ഓഫ് ഗവൺമെൻറ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആര് വേണം എന്നാണ് പറയണത്? നോമിനീസ് വേണം. ഗവൺമെൻറ്റിൻ്റെ നോമിനീസ് വേണം. എവിടെ? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരുടെ നോമിനി വേണം? ഗവൺമെൻറ്റിൻ്റെ നോമിനി വേണം. എങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എനി സൊസൈറ്റി അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുത്തണം എന്നാണ് 14AA2 സബ്സെക്ഷൻ B എന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ മാറ്റം വരുത്തല്ല, ഈ താഴെ പറയുന്നതെല്ലാം ആഡ് ചെയ്ത് കയറ്റി. അന്ന് ഇത്രയും വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ഭാഗം പ്രൊവിഷൻ ഇതിൽ ഒരുപാട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് 14AA2B എന്ന് പറഞ്ഞത്, ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 14AA2D 2Cയും 2Dയും ഒക്കെ വരുന്നുണ്ട്. 2Dയിൽ പറയുന്നത് എന്താ വെച്ചാൽ പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ സൊസൈറ്റി ഓർ ബാങ്ക്. അതായത് പ്രയർ അപ്രൂവൽ ഓഫ് ആര് വേണം? രജിസ്ട്രാർ വേണം എന്നാണ് പറഞ്ഞത്. ഇത് എസെൻഷ്യലാണ്. എന്തിന്? ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുകയാണ്. ആർക്ക്? സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷന് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കോൺട്രിബ്യൂഷൻ നടത്തുമ്പം ഇങ്ങനൊരു പ്രൊവിഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ബോർഡ് കൂടിയിട്ട് തീരുമാനം എടുക്കലായിരുന്നു. ഇവിടെ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ മാത്രം പോരാ, ബോർഡ് കൂടി
തീരുമാനം എടുക്കും വേണം. ബോർഡിൽ എന്ത് ചെയ്യണം, ജനറൽ ബോഡി കൂടിയിട്ട് അവിടെ റെസല്യൂഷൻ പാസ്സാക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം വേണം, ജനറൽ ബോഡി കൂടി റെസല്യൂഷൻ പാസ്സാക്കുകയും വേണം, പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാറും വേണം. ഈ 2 കേസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. ഓക്കെ, അപ്പോൾ ഈ 2 കേസ് ഓർത്തിരിക്കണം. പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ വേണം, പിന്നെ ബോർഡ്, അത് ജനറൽ ബോഡി കൂടിയിട്ട് റെസല്യൂഷൻ പാസ്സാക്കും വേണം. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് 2C ആണ് കേട്ടോ. അവിടെ ഇത് തന്നെയാണ്. ദ ഡാഷ് ഷോൾ കണ്ടക്റ്റ്. ഇവിടെ രജിസ്ട്രാർക്ക് കണ്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ത്, ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രജിസ്ട്രാർക്ക് തോന്നുകയാണ് ഈ ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ഓഡിറ്റിന് പോവാം, ഇൻസ്പെക്ഷന് പോവാം, ഇതൊക്കെ ചെയ്യാനുള്ള പ്രൊവിഷൻ ആർക്കുണ്ട്, രജിസ്ട്രാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആർക്കാണ് ചെയ്യാൻ കഴിയുക, രജിസ്ട്രാർക്കാണ് ചെയ്യാൻ കഴിയുകയെന്ന് ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാൽ, ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മെറ്റ് ഫ്രം ദ. എവിടെ നിന്നായിരിക്കണം ഈ ഒരു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എവിടുന്നാണ് കൊടുക്കേണ്ടത്? നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസ് എന്നായിരിക്കണം കേട്ടോ. ദ ബാലൻസ് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് സൊസൈറ്റി ഓർ ബാങ്ക്. ഈ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എവിടുന്നാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊക്കെ എടുത്തു വെച്ച ബാക്കി ബാലൻസ് ഉണ്ടാവുമല്ലോ, നെറ്റ് പ്രോഫിറ്റിൻ്റെ ബാലൻസിൽ നിന്നുമാവണം അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത്, എനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, ഷെയർ എടുക്കുന്നതല്ലാത്ത മറ്റു വല്ല ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നുണ്ടെങ്കിൽ, അതായത് ലോൺ റിലീസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നോംസൊക്കെ ആരാണ് തീരുമാനിക്കുക എന്നാണ്. ആ നോംസ് സ്പെസിഫൈ ചെയ്യുന്നത് ഡാഷ് ആണെന്നാണ് ചോദ്യം. ആരാണ് നോംസ് സ്പെസിഫൈ ചെയ്യുന്നത്? രജിസ്ട്രാറാണ് കേട്ടോ. പ്രത്യേകം ഓർത്തിരിക്കുക, ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത മറ്റ് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുകയും അവർക്ക് ലോൺ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്, സ്പെസിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. പിന്നെ ഈ ഒരു സെക്ഷൻ അപ്പോൾ അതോട് കൂടിയിട്ട് അവസാനിക്കും. ഈ ഒരു പ്രൊവിഷനോട് കൂടിയിട്ട് ഈ ഒരു ഭാഗം കഴിയണം കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ലീസ്, അസറ്റ്സൊക്കെ ലീസ് ചെയ്യുക ടു ഇറ്റ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ് ബേസ്ഡ് ഓൺ ദ റെസല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓഫ് ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുടെ പെർമിഷൻ വേണം? ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണ് വേണ്ടത്. ഇതുവരെ നമ്മൾ കണ്ടത് രജിസ്ട്രാർ പെർമിഷൻ മാത്രം മതിയായിരുന്നു. ഇവിടെയൊക്കെ ജനറൽ ബോഡി കൂടണം കേട്ടോ. ഇനി ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും ജനറൽ ബോഡി കൂടിയിട്ട് റെസല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വേണം എന്ന് പറയണം. അപ്പോൾ ആ ഒരു കേസ് ഓർത്ത് വയ്ക്കുക. ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ഓർ ലീസിങ് ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ടു ഇറ്റ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ റെസല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി ഓർ ബാങ്ക്. അത് പറയുന്നത് 14A 2E കേട്ടോ. സബ്സെക്ഷൻ 2E ഈ ഒരു പ്രൊവിഷൻ വരുന്നത് എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം, പിന്നെ അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് ഈ തരത്തിലുള്ള സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ബി പ്ലേസ്ഡ് ഈച്ച് ഇയർ, ഓരോ വർഷത്തെയും ബിഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആനുവൽ റിപ്പോർട്ട്സും ഓഡിറ്റഡ് അക്കൗണ്ട്സും ഒക്കെ ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈച്ച് ഇയർ, എല്ലാ വർഷവും ആരുടെ ജനറൽ ബോഡിയിൽ വെക്കണം? പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി കൂടുമ്പം അവതരിപ്പിക്കണം വെക്കണം എന്നും കൂടി ഈ ഒരു ഇതൊരു പോയിൻ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. ആരുടെ ഇതിലാണ് വെക്കേണ്ടത്? അവരാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ അവരുടെ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊവിഷൻസാണ് ഇവിടെ ആദ്യത്തെ കുറച്ച് ഭാഗത്തുള്ളത്. ഇനിയുണ്ട് കേട്ടോ അമെൻമെൻറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.